തൃശ്ശൂർ കോർപ്പറേഷനിൽ വളരെ മികച്ച രീതിയിലുള്ള ഒരു ക്യാമ്പയിനിങ് തന്നെ BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ ഒരുപാട് പേരുണ്ടായിരുന്നു. ഈവൻ മുസ്ലിം വിഭാഗത്തു നിന്നുള്ള മുംതാസിനെ പോലെയുള്ള സ്ഥാനാർത്ഥികളെയൊക്കെ രംഗത്തിറക്കാൻ BJPക്ക് സാധിച്ചിരുന്നു. പ്രചരണത്തിലൊക്കെ ഒരു മേൽക്കൈ നേടാൻ പ്രത്യേകിച്ച് സുരേഷ് ഗോപി നേരിട്ട് വന്നാണ് പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചത്. അപ്പോൾ സുരേഷ് ഗോപിയുടെ ആ ഒരു ഇമ്പാക്റ്റ്, ആ ഒരു ക്രിസ്ത്യൻ വോട്ടുകൾ ഇപ്പോഴും BJPക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ ഒരു അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നുള്ള ഒരു വിലയിരുത്തൽ പൊതുവെ ഉണ്ടായിരുന്നു. എന്തായാലും ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം കഴിഞ്ഞ തവണ 6 വാർഡുകളിലാണ് BJP ജയിച്ചത്. 24 വാർഡുകളിൽ വീതം UDFും LDFും ജയിച്ചു. അങ്ങനെ അവസാനം നമുക്കറിയാം MK വർഗീസ് എന്ന് പറയുന്ന UDF വിമതൻ മേയറായി മാറുന്നു. LDFിൻ്റെ പിന്തുണയോടെ LDF അങ്ങനെ അധികാരം പിടിച്ചെടുത്തതാണ്. അപ്പോൾ ഈ സാഹചര്യമൊക്കെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എന്തും സംഭവിക്കുക എന്നുള്ളൊരു അവസ്ഥയാണ് നിലവിൽ തൃശ്ശൂരിലുള്ളത്. BJP എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും അവരുടെ ടാലി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കഴിഞ്ഞ തവണ 6 വാർഡുകളിലാണ് BJP ജയിച്ചത്. അതിനു മുമ്പ് 2015-ലും 6 വാർഡുകളിലാണ് ജയിച്ചത്. അപ്പോൾ ഇത്തവണ ഒരു 15 വാർഡുകളെങ്കിലും പാർട്ടി പിടിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത്. 15 മുതൽ ഒരു പക്ഷേ 20 വരെയൊക്കെ പോയേക്കാം. അതായത് തൃശ്ശൂരിൻ്റെ ഭരണത്തെ സ്വാധീനിക്കുന്ന രീതിയിൽ, ആര് ഭരിക്കണമെന്ന് വരെ നിർണ്ണയിക്കുന്ന രീതിയിലേക്ക് BJP ഒരു ശക്തിയായിട്ട് മാറുമെന്നാണ് പൊതുവേ ഉള്ള ഒരു കാൽക്കുലേഷൻ.